ചെക്ക സെറ്റായിട്ട് ഒരു 4 ദിവസം സെറ്റായിട്ടില്ല. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. നമ്മളിന്നൊരു ഔട്ടിങ് പോകാമെന്ന് വിചാരിച്ചേ. സ്കൂൾ പൂട്ടിയിട്ട് പിള്ളേരെല്ലാവരും നമുക്ക് എങ്ങടെങ്കിലും പോവാം വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞ പ്ലാനൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മിക്ക വെക്കേഷനും ഇങ്ങനെ തന്നെയാണ്. നമുക്കങ്ങനെ വലിയ പ്ലാനിങ് ഒക്കെ നടക്കും, നല്ലത് പോകാനൊന്നും പറ്റാറില്ല. ഹായ് ഗൈസ്, ഞങ്ങൾ പോവാണ്. ഹായ് ഗൈസ്, ഞങ്ങൾ കോട്ടക്കുന്നിക്ക് പോവാണ്. ഞങ്ങൾ അവിടുന്ന് കാണാം. അവിടുന്ന് കാണാം. ബൈ ബൈ ബൈ, സീ യു. അരവട്ടും മുഴുവട്ടും മുക്കാവട്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു ട്രിപ്പാണിത് കേട്ടോ. ഞങ്ങൾ ഈ 3-4 കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ മേളാണ് കേട്ടോ. ഒന്നിനൊരു ബോധവും പൊക്കണമൊന്നും ഇല്ലാത്തൊരു പോക്കാണ് പോവുക. അതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. വലിയ സീരിയസ് ആയിട്ട് നമ്മൾ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരുടെ അമ്മായിയാണ്. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നമ്മൾ നിന്നിട്ട് അവരെ അങ്ങനെ പറയാൻ പാടുള്ളൂ, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ഒരു ലിമിറ്റിൽ കുട്ടികളുടെ കൂടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആർക്കും നമ്മളോട് വലിയൊരു ഇമ്പൊന്നും ഉണ്ടാവില്ല. ആ ഒരു പണ്ടത്തെ ആൾക്കാർക്കൊക്കെയാണ് ഭയങ്കര സ്ഥാനം നോക്കിയിട്ട് പറയുക, വിളിക്കുക, സംസാരിക്കുക, അങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഭയങ്കര കൂട്ടാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അങ്ങനെ ഒരു കമ്പനി ബേസിൽ നല്ലൊരു എന്തൊക്കെ പറയാം, നല്ലൊരു വൈബ് മൂഡ് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവൾ വന്നു കഴിഞ്ഞാലാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ വക വട്ട് കേസിനൊക്കെ പോവാറും പുറത്ത് പോവാറും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഏണി പിടിച്ചിട്ട് ഞങ്ങൾ ചെയ്യാറ് കേട്ടോ. അങ്ങനത്തെ ഒരു ടീമാണ് നമ്മൾ. നമുക്കങ്ങനെ നാണോ മാനോ ആൾക്കാർ കാണുന്നു അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു കിളി പോയൊരു പോക്കാണ് നമ്മൾ പോവുക. ഇതാപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും നമ്മൾ പോണത് കോട്ടക്കുന്നാണ് കേട്ടോ. ഇവിടെ മലപ്പുറത്ത് കോട്ടക്കുന്ന്. ഞാനൊരു 10-12 വർഷം മുന്നേ എൻ്റെ അനിയൻ്റെ കൂടെയാണ് ഫസ്റ്റ് ഇവിടേക്ക് പോയിട്ടുള്ളത്. അന്ന് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാനും അവനും കൂടെ എന്തോ ഒരു കാര്യത്തിന് പോയിട്ട് ഞങ്ങൾക്ക് കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ കോട്ടക്കുന്ന് കയറി അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ കാണുന്നത്. പിന്നെ ഷാജേട്ടനും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അന്നത്തെക്കാട്ടിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇപ്പോൾ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടി, കൊടൈക്കനാൽ അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളിലേക്ക് പോണേക്കാട്ടിൽ നമ്മൾ ഒരുപാട് വണ്ടിയിൽ ട്രാവൽ ചെയ്തിട്ട് അവിടെ പോയിട്ട് ചടക്കിനേക്കാട്ടിലൊക്കെ എനിക്കിഷ്ടം ഇങ്ങനെ കുറച്ച് യാത്ര ചെയ്തിട്ട് ഇങ്ങനെ ഒരുപാട് സ്പേസിൽ നമുക്കിങ്ങനെ നടന്ന് സംസാരിച്ച് പൊട്ടത്തരമൊക്കെ കാട്ടി വിഡ്ഢിത്തരമൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ചിട്ട് ഇങ്ങനെ കുറേ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇഷ്ടം. അതുപോലൊരു സ്ഥലമായിരുന്നു ഇത്. നമ്മളിപ്പോൾ ഇവിടെ എത്തി. മോളത് ഫോട്ടോ നല്ല മഴക്കാറുണ്ട്. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ നല്ല മഴ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടോ. മഴ വരുമ്പോഴേക്കും നമ്മളിവിടെ ഒക്കെ കണ്ടിട്ട് പോകണം. ഇവിടെ നമുക്ക് അധികം നേരമൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട് വോയിസ് കേൾക്കില്ല. അവിടെ ഭയങ്കര ബഹളമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയൊക്കെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ശരിക്കും അവിടെ സംസാരിക്കണം കൂടെ വീഡിയോ ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു വൈബ് രസമൊക്കെ വരാട്ടോ. ഗൈസ് നമ്മൾ കപ്പിൾസൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് പൂച്ചുട്ടി അതിൻ്റെ ഒരു ത്രില്ലിലാണ് ശരത്തൊക്കെ. എനിക്ക് ശരണയ്ക്കും പിന്നെ അങ്ങനത്തെ വലിയ ത്രില്ലൊന്നുമില്ല. പൂച്ചുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പോകാനാണ് സൽപ്പടിക്കണേ ഗൈസ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നിട്ട് നമ്മളിവിടെ കാണണം കുറച്ച് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് പോണം. കണ്ണൻകുട്ടി വന്നിട്ടില്ലേ ഗൈസ്? അപ്പോൾ ഇതാ നമ്മളിവിടെ എത്തിയിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ നടന്നു കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഇതൊക്കെ ഈ ഒരു സംഭവമൊക്കെ അല്ലേ, എന്താ ഇതിന് പറയാമെന്ന് എനിക്കറിയില്ല. ഈ ഒരു എയർ ഇങ്ങനെ വീർപ്പിച്ചിട്ട് ഈ പിള്ളേർക്ക് കളിക്കണം എന്തോ ടോയ്സ് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ് അതിൻ്റെ പേരൊന്നും. അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരണേ ഉള്ളൂ കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ കാലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യത്തിലധികം ആൾക്കാരും ഉണ്ടായിരുന്നേ. നമ്മൾ ഈ പാർക്കിലൊക്കെ പോയിട്ട് തന്നെ പാർക്ക് തന്നെ ഇങ്ങനെ ചുമ്മാ നടക്കുക, വെറുതെ കിളി പോയി ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമുക്ക് ഒഴിഞ്ഞിങ്ങനെ ഇരിക്കാമല്ലോ. അങ്ങനെ ഞാനവിടെ എത്തിയപ്പോൾ വല്ല നാഗവല്ലി മറ്റേ ഇത് കണ്ട പോലെ ആഭരണപ്പെട്ടി കണ്ട പോലെ തന്നെ എനിക്ക് അങ്ങടെ പോണ്ടെന്ന് അറിയില്ല. എനിക്ക് കുറേ ഫോട്ടോ എടുക്കണം കേട്ടോ. എനിക്ക് ഏറ്റവും ഒരു എനിക്കും പൂജട്ടിക്കും ശരണയ്ക്കും ഏറ്റവും പ്രാന്ത് എന്ന് പറയണത്, ഞങ്ങളുടെ പ്രാന്ത് എന്ന് പറയണത് ഞങ്ങൾക്ക് സെൽഫി എടുക്കുക, ഫോട്ടോ എടുക്കുക. അത് ഒരെണ്ണമൊക്കെ ഒരു 10 പോസിലൊക്കെ ഒരേ പോസിൽ തന്നെ ഒരു 10 എണ്ണമൊക്കെ എടുക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പം എനിക്ക് വീഡിയോ എടുത്തിരുന്ന ശരത്ത പൂജും ശരണയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് ഫോട്ടോ എടുക്കല്ലാണ് കേട്ടോ. പൂജയുടെ കയ്യിൽ നമ്മൾ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് എനിക്ക് വീഡിയോ എടുക്കുമ്പോഴേക്ക് ഇരുട്ടാവുക. മിക്ക സ്ഥലങ്ങളിൽ പോയാൽ എൻ്റെ വീഡിയോ എടുക്കൽ ഹുദയാവും കേട്ടോ. അവരുടെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ശരത്തുള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റിയിട്ടോ. അപ്പോൾ അവൻ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരേണ്ട, അവരപ്പുറത്ത് ഫോട്ടോ എടുക്കേണ്ട. എനിക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ അത്യാവശ്യത്തിൽ അപ്പുറം എനിക്ക് കിട്ടി. എന്താ വെച്ചാൽ നമ്മൾ ചെന്നപ്പോഴേക്കും മഴക്കാർ കാരണം വെളിച്ചൊന്നും ഇല്ലാണ്ടായിട്ടോ. അതങ്ങനെയുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു ഗോപുരം പോലത്തുള്ള ഇങ്ങനെ ഒരു സംഭവങ്ങളുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇരിക്കാൻ
ഇരിക്കാൻ വേണ്ടിയിട്ട് വിശ്രമിക്കാൻ വേണ്ടിയിട്ടൊക്കെ മഴ വന്നാലും കുഴപ്പമില്ല, വെയിൽ വന്നാലും കുഴപ്പമില്ല. കപ്പിൾസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പൂജുവിനെ എപ്പോഴും ട്രോളാറുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടില്ലേ കണ്ട് പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഇരുന്ന് അവളെന്നും വെറുതെ തിരി കയറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ പൂജിട്ട് പറയും, എനിക്ക് ഇവിടുന്ന് പോകുമ്പോഴേ അവൾ പറഞ്ഞിരുന്നു ഒന്നുമില്ല, യോഗവും ഇല്ല എനിക്ക് ഇതിനൊന്നും, എനിക്ക് അങ്ങനെ ഒരു 2-3 ആൾക്കാരെ കപ്പിൾസിനൊക്കെ കണ്ടാൽ മതിയായിരുന്നു. എന്താ വെച്ചാൽ ഈ കപ്പിൾസ് എന്ന് വെച്ചാൽ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളിൽ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു എന്താ അതിന് പറയുക, അങ്ങനെ ഒരു രീതിയിലാവില്ല അവർ ഇരുത്തവും നടത്തവും ചിരിയും കളിയൊക്കെ. അത് കാണാൻ വേണ്ടിയിട്ട്, അത് ട്രോളാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞങ്ങൾ ഈ പോണത് കേട്ടോ. പിന്നെ ഇത് സൈക്കിൾ പാർക്കാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി സംഭവം. എൻ്റെ പേടിയുടെ ഒരു ഇതിൽ എനിക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല, പക്ഷേ എനിക്ക് കയറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ എനിക്ക് തീരെ ധൈര്യമില്ല, ബാക്കിയുള്ളവർക്കൊക്കെ പിന്നെ ഉണ്ടെന്നാലും ആരും കയറിയൊന്നുമില്ല. നമ്മൾ പൈസ കൊടുത്തിട്ട് അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് 4 ആൾക്കും പിന്നെ ഓട്ടോയ്ക്കും കൂടെ 90 രൂപയാണ് ആയത്. 110 രൂപ 200 രൂപ കൊടുത്തിട്ട് 110 രൂപ കൂടെ തന്നു. പിന്നെ നമ്മൾ കാശ് കൊടുത്തിട്ടുള്ള ഒരു സ്ഥലത്തും കയറാറില്ല കേട്ടോ. നമ്മൾ എവിടെ പോയാലും അങ്ങനെ തന്നെയാണ്. അങ്ങോട്ട് എൻട്രിയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഫീ കൊടുക്കുന്നല്ലാതെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കയറാറില്ല. നമ്മളിങ്ങനെ വെറുതെ വായി നോക്കി കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ, ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയുള്ള ഒരുപാട് കുഞ്ഞു കുട്ടി എന്താ പറയുക ഗോപുരം പോലത്തെ ഇതിന് എന്താ പറയുക എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പൊട്ടയാണോ ഞാൻ പറയണമെന്ന് അതും അറിയില്ല. ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാടെണ്ണം. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നടന്നു, അവിടെ ഇവിടെയൊക്കെ കുറേശ്ശെ വീഡിയോ ഒക്കെ എടുത്തു. കുറേയൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ ഇതാ പൂമ്പാറ്റ വന്നിരിക്കുന്ന ഒരു ചെടി ഉണ്ടല്ലോ, എന്താ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. ഇത് തൊട്ട് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് ശരത്ത് പറഞ്ഞു ഇതിൽ പൂമ്പാറ്റ വന്നിരിക്കുന്നതാണ്, ആ ചെടിയാണെന്ന്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പോയി ഇളക്കി നോക്കിയപ്പോൾ അതിൽ ഒരുപാട് പൂമ്പാറ്റ. എനിക്ക് വലിയ സന്തോഷം. ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ, ഞാൻ അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല. ഇതാണെങ്കിൽ പൂജ പൊട്ടത്തിൽ കണ്ടിട്ടുമില്ല. അതിപ്പോൾ അവിടെ വന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പറയണോ, അയ്യോ മോളും ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നോ, ഞാൻ കണ്ടില്ല എന്നൊക്കെ. അവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കാണേ. അപ്പോൾ അതിനൊക്കെ കുറേ നേരമൊക്കെ ഇങ്ങനെ ഇളക്കി ആ ചെടി ഇളക്കുമ്പോൾ അത് പറന്ന് പോവും, പിന്നെ വന്നിരിക്കും. അങ്ങനെയൊക്കെ അതിന് കുറേ നേരമൊക്കെ സ്വൈരം കെടുത്തിയിട്ട് കുറച്ച് നേരമൊക്കെ ഞാൻ അവിടെ നിന്ന് പട്ടി ഷോ കാട്ടി വെറുതെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. എനിക്കല്ലാതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ലല്ലോ. അപ്പോഴേക്കും മഴ അങ്ങോട്ട് പെയ്തു. മഴ ഇങ്ങനെ ചനിവിനിങ്ങനെ അങ്ങനെ ചനിപ്പിനി ചിഹ്നം പറയല്ല, ഇങ്ങനെ ചനിപ്പിനും തന്നെ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കണുള്ളൂ. അപ്പോഴേക്കും കുറേശ്ശെ ഇങ്ങോട്ട് എന്താ പറയുക നല്ലോണം പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി കേട്ടോ. അത് അവിടെ ഇരുന്നിട്ട് 2 എണ്ണം പൂരാ ഫോട്ടോ എടുക്കലാണ് കേട്ടോ. തികയണില്ല ഫോട്ടോ എടുത്തിട്ട് അവർക്ക്. അങ്ങനെ പിന്നെ മഴ നല്ലോണം വന്നപ്പോൾ നമ്മളിങ്ങനെ കയറി നിന്നോട്ടോ. എല്ലാ ഫാമിലീസും ഈ പറഞ്ഞ പോലെ എവിടെയാണോ അവർക്ക് കിട്ടുന്ന ആ സ്ഥലത്ത് ഇങ്ങനെയുള്ള ഒരുപാട് കൂരകളുണ്ടെന്ന് പറഞ്ഞല്ലേ, ആ കൂരയുടെ ചോട്ടിൽ കയറി നിന്നു കേട്ടോ. നമ്മളും കയറി നിന്നു. അങ്ങനെ കുറേ നേരം പോസ്റ്റായി. ഗൈസ്, ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നല്ല മഴ കേട്ടോ. അത് ഞാൻ പ്രതീക്ഷിച്ചതാ നമ്മൾ വന്നാലും ഇവിടെ മഴ പെയ്യുന്നുള്ളത്. എന്തായാലും കുറച്ച് നേരമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റി. പിന്നെ നമ്മളിങ്ങോട്ട് കയറി നിന്നോട്ടോ. ഇപ്പം ഇങ്ങനെ ചാറ്റൽ മഴയുള്ളൂ ചെറുതന്നെ, പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു 8, 10, 12 കൊല്ലം മുന്നൊക്കെ എൻ്റെ അനിയൻ കൊടുന്നാട്ടോ എന്നെ ഇങ്ങോട്ട്. അപ്പത്തെ പോലെയൊന്നും അല്ല, അപ്പം നല്ല മാറ്റമുണ്ട്. കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ട് കേട്ടോ, കുറച്ചൊന്നുമല്ല. ഈ ഞങ്ങളൊക്കെ വരുമ്പോൾ ഈ നടപ്പാത മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു ചെയർ പോലത്തെ സംഭവങ്ങളില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നുള്ളേ. ഇപ്പം അങ്ങനെയൊന്നും അല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ട്. കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്ലേസ് ഉണ്ട്, സ്ഥലമുണ്ട് കേട്ടോ. വെച്ചാൽ ടോയ്സ് ആയിട്ട് കാറൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞു വണ്ടികളൊക്കെ ഉണ്ടല്ലോ അവർക്ക്, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം മഴയൊക്കെ കൊണ്ടിട്ടില്ല, കുറച്ചൊക്കെ കയറി നിന്നു. അങ്ങനെ നമ്മളിങ്ങനെ ചുറ്റും ഇങ്ങനെ നടന്ന് വന്നാൽ നമ്മൾ ഫസ്റ്റ് കയറുന്ന എൻട്രി ഉണ്ട്, അവിടെ എത്തും. പിന്നെ അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ക്യാഷ് കൊടുക്കണം, പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്തൊക്കെ കേട്ടോ. അങ്ങനെ പിന്നെ കുഞ്ഞു വഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ അങ്ങനെയുണ്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ സമയത്തൊക്കെ പോയിരുന്നു കഴിഞ്ഞാലേ നല്ല രസമാണ്. 9 മണി വരെ ഉണ്ട് കേട്ടോ. രാവിലെ 8 മണിയോ അങ്ങനെ എന്തോ സമയമൊക്കെ അറിയില്ല, വൈകിട്ട് 9 മണി വരെ ഉണ്ട് എന്തായാലും. അങ്ങനെ ഇത് അവിടെ നോക്കുമ്പോൾ താഴേക്ക് നല്ല ബിൽഡിങ്ങും കാര്യങ്ങളും റോഡും വണ്ടിയൊക്കെ ആയിട്ട് കാണാൻ വേണ്ടി നല്ല രസം. നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഫോട്ടോ എടുക്കണ പ്രഹസനത്തിൻ്റെ ഇടയിൽ കൂടെയാണ് പൂജിട്ട് വീഡിയോ കൂടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ പിള്ളേരെ മാറിയിട്ട് ഞാൻ അവിടെ നിന്നിട്ട് ഇവിടെ നിന്നാൽ വിളിച്ചുണ്ടോ അവിടെ നിന്നാൽ വിളിച്ചുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ കുറച്ചും കൂടി ഇരിട്ടായിട്ടുണ്ടാകും കേട്ടോ. ഈ ഒരു സ്ഥലം കാണുമ്പോൾ നമ്മൾ വേറെ എവിടേക്കോ ടൂർ പോയതാന്നൊക്കെ തോന്നും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് അവിടെ നിന്ന് കുറേയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മളിങ്ങനെ ഇത് കൂടെ താരാപേര നടക്കുക. പൂജിട്ട് മുടിയൊക്കെ ഇങ്ങനെ പരത്തിയിട്ട് എനിക്ക് ഇഷ്ടമാട്ടോ അങ്ങനെ മുടി പരത്തിയിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. പൂജിട്ടിട്ട് മുടി പിന്നെ ലെങ്ത് ഉള്ളതുകൊണ്ട് രസം. ഇതിൻ്റെയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ വെളിച്ചപ്പാടൻ്റെ പോലെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാനങ്ങനെ കെട്ടിന്ന് വെച്ചാൽ നമ്മുടെ തലയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, മഴ പോയി, ഞങ്ങൾ വീണ്ടും നടക്കുകയാണിതാ. ശരത്തുണ്ട്, ആരും പേടിക്കണ്ട. അമ്പാൻ്റെ പോലത്തെ ചേന കെട്ടിച്ച് ശരണിക്ക് അരവട്ടും മുഴുവട്ടും കൂടെ ഒപ്പം ഇളക്കിയതാ. ചുമന്ന് കണ്ടാക്കും എന്താ ഈ ഫോട്ടോ എടുത്തോ ഒറ്റമൈന. അതെല്ലാവരും കണ്ടോളൂ ഒറ്റമൈന. പൂജ നോക്കേ, പൂജ നോക്ക. പൂജന് കുഴപ്പമില്ല, പട്ടി കണ്ടല്ലേ സന്തോഷമായി. വീട്ടിൽ മാത്രം ദുഃഖിച്ചപ്പോൾ
അന്ധവിശ്വാസമാണോ അല്ലേ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഒറ്റമൈനേനെ കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ കാര്യം ഹതാഹുതയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ആരാണെന്ന് വെച്ചാൽ അവർക്കൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കും. എനിക്കൊരു കമ്പനിക്ക് മറ്റത് ഞാൻ മാത്രം ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കണ്ടല്ലോ, കൂടെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമല്ലേ വിചാരിച്ചിട്ട് ഞാൻ പൂജയ്ക്ക് പിന്നെ ആ വിഷയമല്ല കേട്ടോ. കണ്ണൻകുട്ടിക്ക് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഞാൻ അവർക്കൊന്നും വിഷയമില്ലാത്തവർക്കും കൂടെ എൻ്റെ കൂടെ നിന്നിട്ട് അതൊരു വിഷയമാക്കും ഞാൻ. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതാ ഈ വട്ടത്തിയാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് വീഡിയോ എടുക്കും. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വീഡിയോയുടെ മുമ്പിൽ ഞാനിങ്ങനെ ഡീസൻ്റായിട്ട് നിൽക്കണ നോക്കണ്ട. ഇതിനേക്കാളും കിളി പോയൊരു സാധനമാണ് ഞാൻ. നമ്മുടെ എല്ലാ എക്സ്ട്രീം ലെവലുള്ള എല്ലാ പൊട്ടത്തരങ്ങളായിക്കോട്ടെ, നല്ലതായിക്കോട്ടെ, ചീത്തയായിട്ടൊക്കെ അതൊക്കെ നമ്മൾ എല്ലാവരുടെ മുമ്പിലൊന്നും കാണിക്കില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടല്ലെങ്കിൽ നമ്മളോട് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരോടെ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുപോലെയാണ് കേട്ടോ അവളും പൂജുട്ടിയും. ഇപ്പം നമ്മൾ ഈ ഒരു സർക്കിളിലുള്ള നമ്മളും അങ്ങനെ ഒരു വൈബാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്ത് പൊട്ടത്തരം വേണമെങ്കിൽ പറയാം, എന്ത് പൊട്ടത്തരം വേണമെങ്കിൽ ചെയ്യാം. ഷാജേട്ടനൊക്കെ ഉണ്ടെങ്കിൽ മെല്ലെ ചിരിക്കും, മെല്ലെ സംസാരിക്കും, അവർ കേൾക്കും, ഇവർ കേൾക്കും, ഒതുങ്ങി നടക്കും, എന്തെങ്കിലും ഇങ്ങനെ ഒതുക്കല്ലാണ്ട് എന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ ഞങ്ങൾ തമ്മിലാവുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. ഷാജേട്ടനില്ലാണ്ട് പോകുമ്പോൾ നമുക്ക് അതാണ് ഒരു സമാധാനം കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിങ്ങനെ കൂടെ നിന്ന് ഇങ്ങനെ പറയില്ല, അവർ കേൾക്കും, ഇവർ കേൾക്കും, നാണക്കേട അങ്ങനെയൊക്കെ പറയണത് എനിക്കിഷ്ടമല്ല കേട്ടോ. അത് നമ്മൾ പറയണത് നമ്മുടെ കാര്യങ്ങളല്ലേ. അങ്ങനെ ഒരു ഒഴുക്കിൽ അങ്ങോട്ട് പോണ ഒരു പോക്കാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റുക. ഇപ്പം കണ്ടില്ലേ സൈക്കിൾ ഇങ്ങനെ പോണ സൈക്ലിങ് കണ്ടില്ലേ, അതാണ് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം എന്ന് പറഞ്ഞത് കേട്ടോ. പക്ഷേ എനിക്ക് പേടിച്ചിട്ട് കയറിയില്ല. പിന്നെ അതാ പിന്നെയും മഴയൊക്കെ വന്നിട്ട് നമ്മുടെ തലയൊക്കെ നനഞ്ഞു. മരത്തിൻ്റെ ചോട്ടിൽ പോയിട്ട് മരം കുലുക്കിയിട്ടേ പിള്ളേർ അവരെയും നനച്ചു, ഞാൻ ഇനിയും നനഞ്ഞു. അങ്ങനെ എൻ്റെ തല നനഞ്ഞപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ പരത്തിയിട്ടിട്ടാണ് ഇപ്പം നടക്കണത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇരുട്ടായി. ഇനിയൊരു ചായ കുടിക്കാൻ വിചാരിച്ചു. മഴയൊക്കെ നനഞ്ഞ് ഇങ്ങനെ ഒരു തണുപ്പായി ഇരിക്കുന്ന സമയമായപ്പോൾ നമ്മൾ വിചാരിച്ചു ചായയൊക്കെ കുടിക്കാമെന്ന്, ഓരോ ചായയും കടിയും കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കടിയും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാ ഇവിടെ കഫേ പോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ചായയും സമൂസയാണ് കേട്ടോ പറഞ്ഞത്. അമ്പു ചായയും സമൂസയും പറഞ്ഞില്ല. അമ്പുട്ടിക്ക് ഐസ്ക്രീം വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു ശരണ്യ. അപ്പോൾ അവൾ അത് പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളൊക്കെ അവിടെ ഇരുന്നിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ഇരുന്ന് മുടിയൊക്കെ അപ്പോൾ കാര്യമായിട്ട് നമ്മൾ കൂടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടോപ്പിക് ഉണ്ടാവും കേട്ടോ സംസാരിക്കാൻ വേണ്ടിയിട്ട്. സംസാരിക്കാൻ നമുക്ക് പഞ്ചുണ്ടാവില്ല. ഓരോരുത്തരെ തള്ളി അങ്ങോട്ട് മറയ്ക്കും. അപ്പോൾ ബാക്കിയുള്ളവർ കേട്ട് നിൽക്കും. പിന്നെ ആ ആളുടെ ഊഴം കഴിഞ്ഞാൽ മറ്റുള്ളവർ തള്ളും. അപ്പോൾ ബാക്കിയുള്ളവർ അപ്പോൾ ഈ ഊഴം ശരത്തിൻ്റെയാണ് കേട്ടോ, തള്ളി മറിക്കുന്നത്. ഞങ്ങളൊക്കെ കേട്ടിട്ട് വെറുതെ ചിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. എന്താ വെച്ചാൽ അവൻ അതൊരു പ്രോത്സാഹനം ആയിക്കോട്ടെ പറയാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ട് പൂജുട്ടി എന്താ പറയുക ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുക. കേട്ടുകൊണ്ടിരിക്കുക വെച്ചാൽ അവളങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ അപ്പം കേൾക്കും, എന്നിട്ട് പിന്നെ ഞങ്ങൾ കളിയാക്കും. അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. നല്ല കാര്യമായിട്ട് കേൾക്കും, എന്നിട്ട് പിന്നെ നമ്മളിട്ട് ട്രോളും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മളിത് അവിടുന്ന് അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ താഴേക്ക് പോകുമ്പോൾ ശരണ്യ പറഞ്ഞോടെ സ്റ്റെപ്പ് ഉണ്ട്, രസമാണ് പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ ഓരോരോ സംഭവങ്ങളുണ്ട് കേട്ടോ. അതിനകത്ത് പോയിട്ട് എന്തൊക്കെയാണ് സംഭവം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇങ്ങനെ കുട്ടി ഇതൊക്കെ ഉണ്ട്. അത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അതിനകത്ത് എന്തൊക്കെയാണെന്നൊക്കെ. ഈ വട്ടളകി നടക്കുന്ന ഇടയിൽ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ല, അവൾ പറഞ്ഞോടെ താഴെ സ്റ്റെപ്പ് ഉണ്ട്, ഇത് അവിടേക്ക് പോവാന്ന്. ഇപ്പം നമ്മൾ കണ്ടില്ലേ ഇപ്പം ആ ഒരു ടോയ്സ് കുട്ടികൾക്ക് കളിക്കണേ ആ സാധനമൊക്കെ ഇപ്പോൾ അവർ എയർ ഒക്കെ നിറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു സംഭവം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഈ സമയത്താണ് ഇവരൊക്കെ ഒന്ന് ഉണർന്ന് ഈ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡി ആയതുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് അപ്പുറത്ത് കൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ടെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ അവൾ ഇതിൻ്റെ മുന്നേ വന്നിട്ടുണ്ട് ഇത്രേ. അപ്പോൾ അവൾക്ക് അറിയാം സ്റ്റെപ്പും. ഞാനൊക്കെ കുറേ കൊല്ലം മുന്നേ വന്നുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇപ്പോഴും ഇങ്ങനെ ചെറുന്നനെ ചാറ്റൽ മഴ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നടക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ കയറിയപ്പോൾ ഇവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശരണ്യയും ഞാനും പൂജയൊക്കെ. ഇതാണ് ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ഒരുപാട് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒഴിഞ്ഞിരിക്കാം. കപ്പിൾസിനൊക്കെ സീന് നല്ല വൈബ് പിടിച്ച സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ എല്ലാവർക്കും ഗൈസ് കോട്ടക്കുന്ന് കുറേ കപ്പിൾസ് ഉണ്ട് ഗൈസ്. അപ്പോൾ പൂജുവിന് ആരും സെറ്റായിട്ടില്ല. ഒരു ചെക്ക സെറ്റായിട്ട് ഒരു 4 ദിവസം സെറ്റായിട്ടില്ല. അപ്പോൾ അവൾക്ക് ഭയങ്കര വിഷമം. അപ്പം ഞങ്ങൾ അവരവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് ആരെങ്കിലും സെറ്റ് ആവുകയാണെങ്കിൽ കോട്ടക്കുന്നിക്ക് വരുന്നു ഗൈസ്. ആരെങ്കിലും ഇവിടെ കണ്ട കല്ലെടുത്തെറിയണം ഗൈസ്. ഞാൻ പറഞ്ഞു ഞാനും വരാം, നിങ്ങൾ പിറക്കാതെ പോയി ഉണ്ണയായിട്ട് നടുക്കിരിക്കാന്ന്. അപ്പോൾ അവൾക്ക് പോരണ്ടെന്നാ പറഞ്ഞു ഗൈസ്. അങ്ങനെ ഇവിടെ പറയാം അല്ല കേട്ടോ, അതുള്ളതാ പറഞ്ഞതല്ലേ. സാക്ഷികളുണ്ട് ഇവിടെ രണ്ടാളും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ലൈൻ സെറ്റായോണ്ട് 4 ദിവസമൊന്നും ഇല്ല കേട്ടോ ഗൈസ്. ഞാൻ വെറുതെ പറഞ്ഞതാ. ഒരാൾ സെറ്റായിട്ടില്ല ഇതുവരെ, +2 ഒക്കെ ആയിട്ട്. അപ്പം അത് കാരണം അവൾക്ക് ഭയങ്കര വിഷമം. കുട്ടിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, രോഗമൊന്നുമല്ല, ശരിയാവണില്ല. കുറേ നോക്കും ഞങ്ങൾ രണ്ടാളൊക്കെ നടന്നിട്ട്. എനിക്ക് വേഗം സെറ്റാവും. ഇൻട്രോവേർട്ട് ഒന്നല്ല, പക്ഷെ
അങ്ങനെയാണ് എൻ്റെ മകൾ നല്ലൊരു സൽസ്വഭാവയാണ് ഗൈസ്. കണ്ടന്റിന് വേണ്ടി പറയാം guys. ഇല്ല കേട്ടോ, ഞാൻ ഉള്ളതേ പറയാറുള്ളൂ. കണ്ടന്റ് വേണ്ടിയിട്ടുണ്ട് ഞാൻ പറയാറില്ല ഗൈസ്. ഇതിവിടെ നടന്ന കാര്യമാണ് ഗൈസ്. ഇപ്പൊ നമ്മള് കാണാതെ പോന്നിരുന്നത് എനിക്ക് പൂജുട്ടീനെ തിന്നാൻ കിട്ടിയൊരു ദിവസമായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഇവള് എപ്പോഴും പറയും ഇങ്ങനെ വെച്ചാൽ ലൈന് സെറ്റായിട്ടില്ല, എനിക്ക് മാത്രം സെറ്റായിട്ടില്ല. അപ്പം ഞാൻ പറയും എന്താ പൂജോ, അമ്മൂട്ടിക്ക് മാത്രം സെറ്റാവാത്ത വല്ല കുഴപ്പമുണ്ടോ, ഞാനും ഇങ്ങനെ എരി കയറ്റി കൊടുക്കട്ടെ. അപ്പം ഞാൻ പറയും അതിനൊക്കെ ഒരു സമയം ഉണ്ടല്ലോ, നമുക്ക് ശരിയാവും, എന്തിനാ ദാസ വിഷമിക്കുന്നത്, നമുക്ക് എല്ലാത്തിനും ഓരോരോ സമയമല്ലേ ദാസ എന്നൊക്കെ പറയണ പോലെ എന്നൊക്കെ പറയുമ്പോൾ അവൾ പറയും അല്ല എനിക്ക് വിഷമമൊന്നുമില്ല, എനിക്ക് മോളുണ്ടല്ലോ കൂട്ടുന്നത്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പാവം അതിൻ്റെ സങ്കടം തീർക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഞാൻ അപ്പോൾ ശരണ്യ പറഞ്ഞു കൊടുക്കുക, ശരത്തെ പൂജ സദാട്ടോ കോട്ടയക്കൊന്ന് നിങ്ങൾക്കൊക്കെ സെറ്റായിട്ട് ഇങ്ങോട്ട് വന്നോളും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ. അപ്പോൾ പൂജനോട് ഞാൻ പറഞ്ഞു വരണേ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ വല്ലവരും കൊണ്ടുപോയിട്ട് എങ്ങടെയും കൊണ്ടുപോയിട്ടൊക്കെ അര കയറ്റും നിങ്ങളതിനെ പൊട്ടത്തിയോളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആരെ കൂടെയും പോകരുതെന്നൊക്കെ വെറുതെ അതിനോട് തള്ളിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പൂജട്ടി ചോദിക്കുകയാണ് ഞാൻ അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് വണ്ടിക്കൂലി തരില്ലേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടിക്കൂലി ഞാൻ തരേണ്ടി വരും, ചിലപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി പൊതിച്ചോറ് ഞാൻ ഉണ്ടാക്കി തരേണ്ടി വരില്ല, എന്നാൽ അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ വരാം. നമ്മുടെ കല്യാണരാമനിൽ എന്താ പറയുക ഇന്ദ്രൻസ് എന്ന് പറയണത് ഇന്നസെൻറ്റ് പറയണ പോലെ ഞങ്ങളുടെ നടുക്കലിരിക്കാൻ എനിക്ക് പിറക്കാതെ പോയ ഉണ്ണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം. അപ്പോൾ പൂജ പറയാൻ എന്നോട് ഇരിക്കണെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, കുറച്ചും കൂടെ മാറി ഇരുത്തുന്നിട്ട് ഞങ്ങൾ പറയും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇനി ഇങ്ങനെ ഓരോന്നൊക്കെ പാളിയാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറേ കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ ഓരോ സ്ഥലം കാണുമ്പോൾ അവിടെയൊക്കെ പോയി നിന്ന് ഇതേപോലെ ഓരോ പട്ടിഷമൊക്കെ ചെയ്യും. ഇതെന്താ സംഭവം എന്നറിയില്ല, മഴയൊക്കെ വരുമ്പോൾ വെള്ളമൊക്കെ നിറയുമ്പോൾ രസം ഉണ്ടാവുമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒഴിഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ, നമുക്ക് പിന്നെ ബഹളമോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കുറേ നേരമൊക്കെ ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റും. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുട്ടികളെ എപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ തമാശയ്ക്ക് കപ്പിൾസിൻ്റെ കൂടെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ നമ്മൾ വെറുതെ ഒരു നേരം പോക്കിന് പറയുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് നമ്മുടെ അച്ഛനമ്മമാർക്കൊക്കെ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മൾ വെറുതെ തമാശയ്ക്ക് വേണ്ടിയിട്ട്, അവിടെ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല എന്തും പറയും, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾ വേറെ മോശമായിട്ടൊന്നും എടുക്കണ്ട. നമ്മൾ കൂടുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ടോപ്പിക്കും കാര്യങ്ങളും, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും ട്രോളും എല്ലാം ആക്കും കേട്ടോ. അതിനിവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് വിഷമമുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മളവിടെ കാണുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അത് നമുക്ക് നമ്മുടെ ടോപ്പിക്കിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതങ്ങനെ അവൻ്റെ വഴിക്ക് പോട്ടെ, നമ്മൾ നമ്മുടെ വഴിക്ക് പോട്ടെ. നമുക്ക് നമ്മുടെ കാര്യം തന്നെ ഉണ്ട്, നമ്മൾ ആദ്യം നേരാക്കണ്ടേ, എന്നിട്ടല്ലേ നമ്മൾ മറ്റുള്ളവരെ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് അവിടെ നിന്നൊക്കെ നടന്ന് ഇരുട്ടായി കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് പോരാമെന്ന് വിചാരിച്ചേ. അങ്ങനെ നമ്മൾ ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങി കുടിച്ചിട്ട് താഴേക്ക് പോന്നപ്പോൾ അത് ഉപ്പിലിട്ടതൊക്കെ കണ്ടു കേട്ടോ. അവിടെ അടിപൊളിയായിട്ട് വെറൈറ്റി ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പൈനാപ്പിളും മാങ്ങയും പിന്നെ തേൻ നെല്ലിക്കൊക്കെ വാങ്ങി കഴിച്ചിട്ട് തിരിച്ച് പോരാൻ വേണ്ടി നിൽക്കുക. അപ്പോഴേക്കും നമ്മുടെ ഫോണിൻ്റെ ചാർജൊക്കെ പറ്റി ചത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല, വണ്ടിയിൽ കയറി തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. വണ്ടിയിൽ ആർമാതായിരുന്നു കേട്ടോ, പാട്ടൊക്കെ വെച്ച് കളിയും പാട്ടും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ഇന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നു. ഇന്ന് നമ്മുടെ കുഞ്ഞൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റ ബൈ, സീ യു.